എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് കുറച്ചൊരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അത് നമുക്ക് പെട്ടെന്ന് അങ്ങനെ പറഞ്ഞു പോകാൻ പറ്റാത്തതും ഞാൻ കുറച്ച് സൂചനകൾ തരാം ഇതിന്റെ ബേസ് ചെയ്തിട്ട്. അത് കുട്ടികളുടെ ടോപ്പിക്കാണ്. ഒരാളുടെ ലൈഫിൽ അവർക്ക് ഡിലേ വരുന്നതും കുട്ടി ഉണ്ടാവാനുള്ള ബുദ്ധിമുട്ടുകളും ഡിലേ ഒക്കെ കാണിക്കുന്ന ജാതകങ്ങൾ പലതും കണ്ടിട്ടുണ്ടെങ്കിൽ ഒരുപാട് കൺസൾട്ടേഷൻ അങ്ങനെ വരാറുണ്ട്. കുട്ടി ഇത്ര കല്യാണം കഴിഞ്ഞ് 5 കൊല്ലം 6 കൊല്ലമായിട്ട് കുട്ടി ഉണ്ടാവാത്ത ആൾക്കാർ കൺസൾട്ടേഷൻ ഒക്കെ വരാറുണ്ട്. അപ്പൊ അത് എന്തുകൊണ്ട്, അല്ലെങ്കിൽ അവർക്ക് എന്തൊക്കെ റെമഡീസ് ചെയ്ത് കഴിഞ്ഞാൽ, ഇല്ലെങ്കിൽ മെഡിക്കൽ സപ്പോർട്ട് കൊണ്ട് നമുക്ക് കുട്ടികൾ ഉണ്ടാവുമോ, അങ്ങനെയൊക്കെ നമുക്ക് പറയാൻ പറ്റും ജാതകം നോക്കിയിട്ട്. കുട്ടികൾ എന്തുകൊണ്ട് ഡിലേ ആവുന്നു, ഒരുപാട് വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വരുന്നു, അതിന്റെ പരിഹാരങ്ങൾ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, ചെയ്യാൻ പറ്റുന്ന ജാതകങ്ങളാണോ പരിഹാരം ചെയ്താൽ ഉണ്ടാവുന്നത്, അതിനെ പറ്റിയൊക്കെ നമുക്കൊന്ന് സംസാരിച്ച് നോക്കാം. അപ്പൊ ഞാൻ ആദ്യം ഇതിന്റെ കാര്യങ്ങളൊന്ന് പറഞ്ഞതിന് ശേഷം ഞാനൊരു സാമ്പിൾ ചാർട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിന്റെ കണക്ഷൻസ് വരുന്നത്, അത് എന്തുകൊണ്ടാണ് അങ്ങനെ വരാനുള്ള കാരണങ്ങളൊക്കെ നമുക്ക് അപ്പൊ പറയാം. നമ്മൾ മെയിൻ ആയിട്ട് ഒരു ചാർട്ട് നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ നോക്കേണ്ടത്, ഇപ്പോൾ അവർക്ക് കുട്ടിയുടെ ബുദ്ധിമുട്ടായത് കൊണ്ടാണ് അവർ വരുന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കേണ്ട കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമുണ്ട്. ഒന്നാമത് 5-ാം ഭാവം തന്നെയാണ്. 5-ാം ഭാവം കൊണ്ട് D1 ചാർട്ടിൽ 5-ാം ഭാവം കൊണ്ടാണ് നമ്മുടെ കുട്ടികളെ സൂചിപ്പിക്കുന്നത്, പ്രഗ്നൻസിയെ സൂചിപ്പിക്കുന്നതൊക്കെ 5-ാം ഭാവം കൊണ്ട് തന്നെയാണ്. അപ്പൊ 5-ാം ഭാവത്തിൽ പാപഗ്രഹങ്ങൾ വരികയും പാപനായിട്ടുള്ള രാഹുകേതുക്കളിരിക്കുകയോ 5-ാം ഭാവാധിപൻ 6, 8, 12 പോവുകയോ, പ്രത്യേകിച്ച് 5-ാം ഭാവാധിപൻ 8 പോകുന്നതും, അതുപോലെ തന്നെ വ്യാഴം, ഗുരു ആണ് മെയിൻ. ഗുരുവിന്റെ സപ്പോർട്ട് അല്ലെങ്കിൽ ഒരു ജാതകത്തിൽ ഗുരു ബലപ്പെട്ടിരുന്നാൽ തന്നെ ആ ജാതകത്തിൽ ഹോപ്പ് എപ്പോഴും ഉണ്ടാവുന്നതായിരിക്കും. മനസ്സിലായല്ലോ? അപ്പൊ ഗുരുവിന്റെ ബലം, വ്യാഴത്തിന്റെ ബലം ഒരു ജാതകത്തിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. വ്യാഴം ഒരിക്കലും നീചനായി പോവാൻ പാടില്ല എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അപ്പൊ വ്യാഴം നീചനാവാതെ ഇരിക്കണം. വ്യാഴം നീചനാവുകയും അതുപോലെ 5-ാം ഭാവത്തിനും ശനിയുടെ ബന്ധങ്ങളൊക്കെ സ്ട്രോങ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ 5-ാം ഭാവാധിപനും 5-ാം ഭാവത്തിനൊക്കെ ബലക്കുറവാണെങ്കിൽ ഒരുപാട് കഷ്ടപ്പെടും എന്നുള്ളത് ഒരു സംശയവും വേണ്ട. അതുപോലെ തന്നെ 2-ാം ഭാവത്തിനും പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ഒക്കെ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ ഒരുപാട് ജാതകത്തിൽ ഇതെല്ലാം കൂടി ഒന്നിച്ചു വരുന്ന ജാതകത്തിൽ ഞാൻ തന്നെ ഇങ്ങനെ ഇരുന്ന് പോയിട്ടുണ്ട്, എന്ത് ചെയ്യാൻ പറ്റും എന്ന് ആലോചിച്ചിട്ട്. അപ്പോൾ അങ്ങനത്തെ ജാതകങ്ങളൊക്കെ വരുമ്പോൾ തന്നെ നമുക്ക് തന്നെ ഒരു വിഷമാണ്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ മെയിൻ ആയിട്ട് നോക്കേണ്ടത്. അതുപോലെ തന്നെ രാഹു 8-ലൊക്കെ പോകുന്ന ജാതകങ്ങൾ, അപ്പൊ കേതു 2-ൽ വരും, രാഹു 8-ൽ പോകുന്ന ജാതകങ്ങൾ, അതുപോലെ തന്നെ ഗുളികൻ 5-ൽ വരുന്ന ജാതകങ്ങൾ, ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഇത് ഒരു പോസിബിലിറ്റി ഉണ്ടായത് കൊണ്ട് മാത്രം നമുക്ക് ഈ ഡിലേയോ അല്ലെങ്കിൽ കുട്ടി ഉണ്ടാവുന്നത് വഴുകുന്നതോ അങ്ങനെ വരില്ല. നമുക്ക് മെഡിക്കൽ സപ്പോർട്ട് എടുക്കേണ്ടി വരുന്ന ജാതകങ്ങൾ പലതും കാണാം, അങ്ങനെ വരില്ല. പക്ഷെ ഇതെല്ലാം കൂടി ഒന്നിച്ചു വരുന്ന ചില ജാതകങ്ങളിലാണ് വളരെ ബുദ്ധിമുട്ട് കണ്ടിട്ടുള്ളത്. അതുപോലെ 1-2 കാര്യങ്ങൾ മാത്രമാണ് ഇത് സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് കുറച്ച് ഡിലേ മാത്രമേ തരൂ. ഒരു ഡിലേ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വ്യാഴത്തിന്റെയൊക്കെ നല്ല സപ്പോർട്ടുള്ള ജാതകത്തിൽ ബലവാനായ വ്യാഴം 5-ലേക്ക് നോക്കുകയോ, അതിന്റെ ദൃഷ്ടിയൊക്കെ വരുന്ന ജാതകം, അല്ലെങ്കിൽ 5-ൽ വ്യാഴം ഇരിക്കുക, ഒരു അത്യാവശ്യം ബലത്തിലൊക്കെ വ്യാഴം 5-ൽ ഇരുന്ന് ബാക്കി കാര്യങ്ങളൊക്കെ പോകുന്നുണ്ടെങ്കിൽ കുറച്ചൊരു ഡിലേ വരും എന്നുള്ളത് മാത്രമായിരിക്കും. അല്ലാതെ നമുക്കിപ്പോ വ്യാഴം നീചനായ ഒരു ജാതകം, അതിൽ 5-ാം ഭാവാധിപൻ 8-ൽ ഇരിക്കുന്നു, ഇല്ലെങ്കിൽ 5-ാം ഭാവത്തിന് നല്ല ബലക്കുറവ്, അതുപോലെ ഗുളികന്റെ പ്രസൻസ് 5-ൽ വരിക, അതുപോലെ രാഹു 8-ൽ പോവുക, ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്ന ജാതകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അവർക്കൊരു കുടുംബജീവിതം, അതായത് ഒരു കുട്ടിയൊക്കെ ആയിട്ടുള്ള ജീവിതം വരാനായിട്ട്. അത്യാവശ്യം നമ്മൾ മെഡിക്കൽ സപ്പോർട്ടുകളും ഇല്ലെങ്കിൽ വേണ്ട പരിഹാരങ്ങളും ഇതൊക്കെ ചെയ്താൽ മാത്രമേ, അതിന് ഒരുപാട് കാലതാമസം എടുക്കൂ എന്നുള്ളതിൽ ഒരു സംശയം വേണ്ട. അതുപോലെ നമ്മൾ ഇതെല്ലാം D1 ചാർട്ടിന്റെ പറയുന്ന സമയത്തും ഇപ്പോ 5-ാം ഭാവത്തിന് നന്നായിട്ട് എഫക്ട് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. മാൽഫിക് ആയിട്ടുള്ള പ്ലാനറ്റ്സ്, പാപനായ ഗ്രഹങ്ങളൊക്കെ നന്നായിട്ട് എഫക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ജൂപ്പിറ്റർ, നമ്മുടെ ഗുരു വീക്കാണ് ജാതകത്തിൽ, എല്ലാം വന്നിട്ട് നമുക്ക് D7 എന്ന് പറയുന്ന ഒരു ചാർട്ടും കൂടി നോക്കണം. D7 ആണ് നമ്മുടെ കുട്ടിയുടെ മെയിൻ ആയിട്ട് നമ്മൾ നോക്കേണ്ട ചാർട്ട്. പലവരും അത് ശ്രദ്ധിക്കാറില്ല. അങ്ങനെ വന്ന് D7-ൽ ഈ പറയുന്ന വ്യാഴത്തിന്റെ ബലവും അതുപോലെ തന്നെ നമ്മുടെ ലഗ്നത്തിന്റെ ബലവും വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു പോസിബിലിറ്റി, ഒരു ഹോപ്പിന് സാധ്യത കൂടുതലാണെന്നും കൂടി മനസ്സിലാക്കേണ്ടതാണ്.
D7 ചാർട്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ഈ കുട്ടിയുടെ കാര്യങ്ങൾ എടുത്ത് ഒരാള് ജാതകം നമ്മുടെ അടുത്തിലേക്ക് വരുമ്പോൾ നമ്മൾ അവരുടെ D7 ചാർട്ട് കറക്റ്റ് ആയിട്ട് പരിശോധിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. അത് നമുക്കിപ്പോൾ D7 ചാർട്ടിൽ നന്നായിട്ട് എഫക്ട് ചെയ്തു. പ്രത്യേകിച്ച് D7 ചാർട്ടിൽ ലഗ്നത്തിൽ ശനി അല്ലെങ്കിൽ ബുധൻ ഇരിക്കുന്നത് കുട്ടികൾക്ക് വരുന്ന തടസ്സമാണ് എന്നുള്ളത് ഉറപ്പാണ്. നമ്മുടെ D1 ചെറിയ പ്രശ്നങ്ങൾ കണ്ടിട്ടും എന്തുകൊണ്ട് കുട്ടി ഉണ്ടാവുന്നില്ല എന്ന് പലവരും ചോദിക്കാറുണ്ട്. വ്യാഴം 5ൽ നിന്നിട്ട് കുട്ടി ഉണ്ടാവാതെ കഷ്ടപ്പെടുന്ന ജാതകങ്ങൾ ഒരുപാട് ഞാൻ കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ബുധന്റെ ക്ഷേത്രത്തിലൊക്കെ നിന്നിട്ട് കഷ്ടപ്പെടുന്നത്. അപ്പൊ അവരുടെ D7 ചാർട്ട് എടുത്ത് നോക്കുമ്പോൾ ലഗ്നത്തിൽ ശനിയോ ബുധനോ എഫക്ട് ചെയ്തിട്ടുണ്ടാവും എന്നുള്ളതാണ്. അതൊക്കെ കുറച്ച് പ്രശ്നമാണ്. ജാതകത്തിൽ വരുന്ന സമയത്ത് D7 ചാർട്ടും കൂടി നോക്കിയിട്ട് വേണം ഫൈനലായിട്ടൊരു ബലം പറയാൻ വേണ്ടിയിട്ട്. മനസ്സിലാവുന്നുണ്ടല്ലോ? നമുക്കിനി ഈ ജാതകത്തിലേക്ക് വരാം. ഈ ജാതകത്തിൽ നോക്കുന്ന സമയത്ത്, അതായത് ഇതിന് കൺസൾട്ടേഷനിൽ വന്നതാണ്, അവർക്ക് കുറച്ച് കാലങ്ങളൊക്കെ കഴിഞ്ഞ്, കല്യാണം കഴിഞ്ഞ് ഒരു 7-8 വർഷമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കുട്ടി ഉണ്ടായത്. ഒരുപാട് പ്രാർത്ഥനയും വഴിപാടും മെഡിക്കൽ സപ്പോർട്ടുകളൊക്കെ എടുത്ത് കുട്ടി ഉണ്ടായ ഒരു ജാതകമാണ്. അപ്പോൾ നമുക്കത് എന്താണ് അതിന് ഈ ജാതകത്തിൽ തന്ന സൂചനകൾ എന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി മനസ്സിലാവും. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആദ്യം നോക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5ാം ഭാവത്തിന്റെ ബലമാണ്. 5ാം ഭാവാധിപന്റെയും ബലം നമ്മൾ നോക്കണം. അപ്പോൾ ഇവിടെ 5ാം ഭാവത്തിൽ ഗുളികനിരിക്കുന്നതും 5ാം ഭാവത്തിലേക്ക് 3ലിരിക്കുന്ന ശനിക്ക് ദൃഷ്ടിയുള്ളതും തന്നെ വലിയൊരു ലക്ഷണമാണ് നമുക്ക് കുട്ടി ഉണ്ടാവാൻ വഴുകും എന്നുള്ളത്. മനസ്സിലായല്ലോ? ശനിയുടെ സ്വാധീനം വരുന്നത് തന്നെ കുറച്ച് കോംപ്ലിക്കേഷൻസ് വരും എന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട. എന്നാൽ വ്യാഴത്തിനൊക്കെ ബലം ഉണ്ടെങ്കിൽ അത് കയറി വരുന്നതും അത് മറികടന്ന് വരുന്നതും കണ്ടിട്ടുണ്ട്. വ്യാഴത്തിന്റെ ദൃഷ്ടിയോ വ്യാഴത്തിന്റെ നക്ഷത്രത്തിലൊക്കെ നിൽക്കുക എന്നാണെങ്കിൽ ഒരുപാട് മറികടന്ന് വരുന്നത് കണ്ടിട്ടുണ്ട്. ബലവാനായ വ്യാഴത്തിന്റെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. അതുപോലെ തന്നെ ഈ ജാതകത്തിൽ 2ൽ കേതു ഇരിക്കുന്നത് നമുക്കൊരു കുടുംബം ഉണ്ടാവാൻ, 2ാം ഭാവമാണ് നമ്മൾ സ്വയം ഉണ്ടാക്കുന്ന ഒരു കുടുംബം. നമ്മൾ സ്വയം കല്യാണമൊക്കെ കഴിഞ്ഞ് നമ്മുടെ സ്വന്തമായിട്ടുള്ള കുടുംബം 2ആണ്. അപ്പൊ 2ൽ കേതു നിൽക്കുമ്പോൾ ആ ഒരു കുടുംബ ജീവിതം വരാനുള്ള തടസ്സവും കൂടിയാണ് അവിടെ അത് കാണിക്കുന്നത്. അതുപോലെ തന്നെ 8ൽ നിൽക്കുന്ന രാഹു 8ൽ നിൽക്കുക എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് ഈ 5ാം ഭാവത്തിനൊക്കെ ഒരു ശതം വന്നിട്ട് രാഹു 8ൽ നിൽക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതായത് പ്രസവത്തിലും അതുപോലെ തന്നെ കുറച്ച് ബുദ്ധിമുട്ടുകളാണ് ഇത് രാഹു 8ൽ സൂചിപ്പിക്കുന്നത്. കാരണം രാഹു ആണ് നമ്മുടെ ബീജം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിൽ കൺട്രോൾ ചെയ്യുന്നത് രാഹുവിന്റെ കാറ്റഗറിയിൽ വരുന്ന ഒരു കാര്യമാണ്. അപ്പൊ രാഹു 8ൽ പോയി ആ ദശാകാലമൊക്കെ നടക്കുക എന്ന് പറഞ്ഞു. ഇപ്പൊ നമുക്കൊരു 25 വയസ്സ്, നമ്മുടെ കല്യാണമൊക്കെ കഴിഞ്ഞ് രാഹുദശ നടക്കുന്ന ഒരാളുടെ ജാതകത്തിൽ ഉറപ്പായിട്ടും ഒരുപാട് കോംപ്ലിക്കേഷൻസ് അവർക്ക് പ്രഗ്നൻസിയുമായിട്ട് വരുന്നത് ഒരുപാട് കണ്ടിട്ടുണ്ട്. അത്ര ഈസി ആയിരിക്കില്ല അവർക്ക് പ്രഗ്നന്റ് ആയി കഴിഞ്ഞതിന് ശേഷം ഉണ്ടാവുന്നത്. ഇപ്പൊ ഡെലിവറി ടൈമിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് നല്ല രീതിയിൽ എഫക്റ്റഡ് ആയ മാനസികമായ രാഹു ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടും എന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട. ഈ ജാതകത്തിലേക്ക് തന്നെ വരുമ്പോൾ 5ാം ഭാവാധിപനായ ശുക്രൻ ലഗ്നത്തിൽ ചൊവ്വയുടെ കൂടിയും നീചനായ വ്യാഴത്തിന്റെ കൂടിയുമാണ് നിൽക്കുന്നത്. അത് തന്നെ ഒരു ബാഡ് കോമ്പിനേഷൻ ആണെന്നുള്ളത് എല്ലാവർക്കും അറിയാലോ. മോശമായ ഒരു കോമ്പിനേഷൻ ആണ്. ശുക്രന് പാപബന്ധം വരികയും വ്യാഴം നീചനാവുകയും ചെയ്യുന്ന ഈ ജാതകത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരുമെന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. അപ്പോൾ ഇവിടെ വ്യാഴത്തിന്റെ സപ്പോർട്ടില്ല. 5ന്റെ കാരകനാണ് വ്യാഴം. അപ്പൊ വ്യാഴത്തിന്റെ സപ്പോർട്ട് ഈ ജാതകത്തിൽ വരാത്തതും, അതുപോലെ തന്നെ 5ാം ഭാവാധിപന് ക്ഷതമേറ്റതും പാപബന്ധം വന്നതും 5ൽ പാപൻ ഇരിക്കുന്നതും 5ലേക്കുള്ള ശനിയുടെ ദൃഷ്ടിയും രാഹു കേതുക്കൾ 2, 8 നിൽക്കുന്നതും എല്ലാം കൂടി ആയപ്പോൾ മൊത്തത്തിൽ ഈ ജാതകത്തിൽ വിവാഹം കഴിഞ്ഞതിന് ശേഷം കുറച്ച് വർഷങ്ങൾ എടുക്കേണ്ടി വന്നു. ഒരുപാട് വർഷങ്ങൾ അവർക്ക് കാത്തിരിക്കേണ്ടി വന്നു. ഒരുപാട് പ്രാർത്ഥനയിലൂടെയും അതുപോലെ തന്നെ മെഡിക്കൽ സപ്പോർട്ടുകളൊക്കെ കൊണ്ടാണ് അവർക്ക് ദൈവത്തിന്റെ അനുഗ്രഹത്തിൽ അവസാനം ഒരു കുഞ്ഞുണ്ടായത്. അപ്പൊ ഇത് സ്വാഭാവികമായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ ഇതുകൊണ്ട് മാത്രം ഒരാളുടെ ജീവിതത്തിൽ ഇത്ര ഡിലേ വരുമോ എന്ന് ചോദിച്ചാൽ വരും, സ്വാഭാവികമായിട്ടും വരും. എന്നാൽ നമ്മൾ D7 ചാർട്ട്
ശ്രദ്ധിക്കണം. D7 ചാർട്ടും കൂടി നോക്കിയിട്ട് വേണം മുഴുവനായിട്ടുള്ളൊരു ബലം പറയാൻ. D7 ചാർട്ട് സപ്തമ ചാർട്ടാണ് നമ്മുടെ കുട്ടിയുടെ നമുക്ക് ഉണ്ടാവാൻ പോകുന്ന കുട്ടിയുടെ ഭാവിയെയും ഒക്കെ പ്രവചിക്കുന്നതും അതായത് സ്ട്രോങ് കണക്ഷൻസ് കാണിക്കുന്നതും D7 ചാർട്ടാണ്. D7 ചാർട്ടിൽ ഇതുപോലെ തന്നെ ലഗ്നത്തില് ബുധനോ ശനിയോ ഇരിക്കുന്നത് തീർച്ചയായും നമുക്ക് പ്രഗ്നൻസിയിലോ അതായത് അല്ലെങ്കിൽ കുട്ടികൾ ഉണ്ടാവാനോ ഒക്കെയുള്ള ഒരു ഡിലേ ആണ് കാണിക്കുന്നതെന്ന് ഉറപ്പാണ്. പ്രത്യേകിച്ച് D1 ചാർട്ടായ ഈ ചാർട്ടിൽ 5-ാം ഭാവത്തിന്റെയും വ്യാഴത്തിന്റെയൊക്കെ ബലം കുറയുന്നതും D7ൽ ഇതുപോലെ വ്യാഴം 6-8-12 ഇല്ലെങ്കിൽ ലഗ്നത്തിൽ ബുധനോ ശനി വരുന്നതൊക്കെ തന്നെ അതുപോലെ രാഹു 8-ൽ പോകുന്നതൊക്കെ രാഹു 12 പോകുന്നതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് കണ്ടിട്ടുണ്ട്. നമ്മൾ ഇങ്ങനത്തെ ജാതകമൊക്കെ കിട്ടുമ്പോൾ നിങ്ങൾ നാളെ ഇതുകൊണ്ട് മാത്രം അതാണ് ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ ഒരു ജാതകം കണ്ടു D1ൽ ഇങ്ങനെ ഒരു ഇത് കണ്ടത് കൊണ്ട് മാത്രം കുട്ടി ഉണ്ടാവാതിരിക്കണം എന്ന് ഇല്ല. ഇതിൽ വേറെയും കുറെ കാര്യങ്ങൾ നമ്മൾ ഡീപ്പായിട്ട് നോക്കാനുണ്ട്. എന്നാൽ മാത്രമേ മനസ്സിലാവൂ. D7 ആണ് മെയിൻ ആയിട്ടുള്ള ചാർട്ട്. D7 നമുക്ക് വേറൊരു സമയത്ത് നമ്മൾ അതെങ്ങനെയാണ് പഠിക്കേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയാണ് അനലൈസ് ചെയ്യേണ്ടതെന്നൊക്കെ പിന്നീട് ഒരു ഇതിൽ കാണിച്ചു തരാം. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം ഫൈനലായിട്ട് ഒരു തീരുമാനം എത്താൻ. മനസ്സിലായല്ലോ? അപ്പൊ ഇതൊക്കെയാണ് ഇന്ന് പറയാനുള്ളത്. നമുക്ക് വേറെ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാം.